എഡ്യൂക്കേഷൻ ലോൺ എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം. +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഡിഗ്രി, അബ്രോഡ് സ്റ്റഡി. പക്ഷേ പണം ഇല്ല എന്ന കാരണത്താൽ പഠനം നിർത്തേണ്ടി വരുമോ? എഡ്യൂക്കേഷൻ ലോൺ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. പലിശ, EMI, ബാങ്ക് ഡോക്യുമെൻറ്റ്സ്. ഇന്ന് ഈ വീഡിയോ കണ്ടാൽ എഡ്യൂക്കേഷൻ ലോൺ എന്താണ്, ആർക്കെല്ലാം കിട്ടും, ലോ ഇൻകം ഫാമിലീസിന് എന്ത് ഓപ്ഷൻസ്, കേരള സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള സ്കീംസ് എല്ലാം സിമ്പിളായി മലയാളത്തിൽ വിവരിക്കാം. എഡ്യൂക്കേഷൻ ലോൺ എന്താണ്? എഡ്യൂക്കേഷൻ ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠനത്തിനായി ബാങ്ക് നൽകുന്ന വായ്പയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അതല്ലെങ്കിൽ ജോബ് കിട്ടിയതിനു ശേഷം മാത്രം EMI അടച്ചു തുടങ്ങാം. അതുകൊണ്ട് ഇപ്പോൾ പണമില്ല എന്ന കാരണത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ട യോഗ്യത: എലിജിബിലിറ്റി, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെക്കഗ്നൈസ്ഡ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, UG, PG, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സസിന് എല്ലാം ലോൺ കിട്ടും. ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ് സ്റ്റഡി. പാരൻറ്റ് ഇൻകം പ്രോബ്ലം അല്ല. ഇൻകം സർട്ടിഫിക്കറ്റ് കമ്പൽസറി അല്ല മിക്ക ബാങ്കിനും. എഡ്യൂക്കേഷൻ ലോൺ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്. ലോൺ എമൗണ്ട് കോഴ്സിനനുസരിച്ചാണ് ലഭിക്കുക. സ്റ്റഡി ടൈപ്പ്, മാക്സിമം ലോൺ. ഇന്ത്യയിൽ പഠിക്കാനായി 10 മുതൽ 15 ലക്ഷം വരെ ലോൺ കിട്ടും. അബ്രോഡ് സ്റ്റഡി 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ലോൺ ലഭിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് 8% മുതൽ 12%. പല ബാങ്കിലും സ്കീമിനനുസരിച്ച് മാറ്റമുണ്ടാകാം. ഗേൾസ് സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് കൺസെഷൻ അവൈലബിൾ ആണ്. എഡ്യൂക്കേഷൻ ലോൺ ടൈപ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. വിത്തൗട്ട് കൊളാട്രൽ 4 ലക്ഷം വരെ കിട്ടും. നോ പ്രോപ്പർട്ടി, നോ ഗ്യാരണ്ടി. വിത്ത് കൊളാട്രൽ 4 ലക്ഷം മുതൽ 40 ലക്ഷം വരെ. ലാൻഡ്, ഹൗസ്, FD സെക്യൂരിറ്റി സ്വീകരിക്കുന്നതാണ്. അബ്രോഡ് സ്റ്റഡി മോസ്റ്റ്ലി കൊളാട്രൽ റിക്വയർഡ്. അബ്രോഡ് സ്റ്റഡിക്ക് എന്തായാലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസ്, FD സെക്യൂരിറ്റി നിർബന്ധമാണ്. ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ലോൺ സ്കീംസ് കേരള ഫോക്കസ്. വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. ഓൾ ബാങ്ക്സ് സിംഗിൾ പ്ലാറ്റ്ഫോം. ഓൺലൈൻ അപ്ലൈ. സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി CSIS. പാരൻറ്റ് ഇൻകം 4.5 ലക്ഷത്തിനേക്കാൾ കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി ലഭിക്കും. സ്റ്റഡി പീരീഡ് ഇൻട്രസ്റ്റ് ഗവൺമെൻറ് അടയ്ക്കുന്നതാണ്. കേരള ഗവൺമെൻറ് സ്കീം KS, CSTE, E-Grants Legal Support, മൈനോറിറ്റി, SC, ST സ്പെഷ്യൽ ലോൺസ്. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് സ്റ്റുഡൻസിൻ്റെ ആധാർ, മാർക്ക് ലിസ്റ്റ്, അഡ്മിഷൻ ലെറ്റർ, ഫീസ് സ്ട്രക്ചർ. പാരൻറ്റിൻ്റെ ആധാർ, ഇൻകം സർട്ടിഫിക്കറ്റ്. ഫോർ സബ്സിഡി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കൊളാട്രൽ ഇഫ് നീഡഡ്. പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്, എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ്. കോമൺ മിത്സ്. സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ള മിത്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ ഇൻകം ഫാമിലീസിന് ലോൺ കിട്ടില്ല. അത് തെറ്റാണ്. ലോ ഇൻകം ഫാമിലീസിനും ലോൺ ലഭിക്കും. ജോബ് ഇല്ലെങ്കിൽ ബാങ്ക് കേസ് ആക്കും. ഫോൾസ് ആണ്. നമുക്ക് ജോബ് ഒന്നുകിൽ 1 വർഷം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് അടയ്ക്കാം. അതല്ലെങ്കിൽ ജോബ് കിട്ടുന്നത് ഏതാണോ ഫസ്റ്റ് അതുമുതൽ അടച്ചു തുടങ്ങണം. ലോൺ എടുത്താൽ പിന്നീട് പ്രോബ്ലം വരും. അതും തെറ്റാണ്. EMI റീപേയ്മെൻറ്റ് കറക്റ്റായി അടയ്ക്കുന്നവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. EMI ആൻഡ് റീപേയ്മെൻറ്റ് എക്സ്പ്ലെയിൻഡ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 6 മുതൽ 12 മാസം വരെ മൊറട്ടോറിയം ലഭിക്കും. എക്സാമ്പിൾ, ലോൺ 5 ലക്ഷം രൂപയാണ്. EMI 5000 മുതൽ 6000 രൂപ വരെ അപ്രോക്സിമേറ്റ്ലി മന്ത്ലി അടയ്ക്കേണ്ടി വരും. ജോബ് കിട്ടിയ ശേഷം മാത്രം റീപേയ്മെൻറ്റ് നടത്താം. അതല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 1 വർഷത്തിന് ശേഷം റീപേയ്മെൻറ്റ്. റിയൽ ഇൻസ്പിരേഷൻ മെസ്സേജ്. പണമില്ലാത്തത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ പഠനം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും. എഡ്യൂക്കേഷൻ ലോൺ ഒരു ബർഡൻ അല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് ചേഞ്ച് ആകാം. എഡ്യൂക്കേഷൻ ലോൺ റിലേറ്റഡ് ഡൗട്ട്സ് കമൻസിൽ ഇടൂ. നെക്സ്റ്റ് വീഡിയോ എഡ്യൂക്കേഷൻ ലോൺ റിജക്റ്റ് ആണെങ്കിൽ എന്തു ചെയ്യണം?